ADGP MR അജിത് കുമാറിന് സർക്കാരിന്റെ ക്ലീൻ ചിറ്റ് കുറ്റവിമുക്തനാക്കിയുള്ള വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലായിരുന്നു അന്വേഷണം. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ADGP MR അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് മുഖ്യമന്ത്രിയും അംഗീകരിച്ചിരിക്കുകയാണ്. ആ ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പുവച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നെത്തിയ മുഖ്യമന്ത്രി ഫയൽ വിളിച്ചു വരുത്തിയാണ് ഈ വിജിലൻസ് റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് അതിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റമടക്കമുള്ള പ്രശ്നങ്ങളിൽ ഒരു പ്രതിസന്ധിയില്ല. അത് ഈ റിപ്പോർട്ടോടുകൂടി അത്തരം പ്രശ്നങ്ങളൊക്കെ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടിയുള്ളത്, ഈ റിപ്പോർട്ട് അംഗീകരിച്ചത് DGPയുടെ ഈ സ്വത്ത് സമ്പാദന കേസിൽ കേസെടുക്കാമെന്ന ശുപാർശ, അതോടൊപ്പം തന്നെ P. വിജയൻ IPS-നെതിരെ മൊഴി നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസെടുക്കണമെന്ന ശുപാർശയും മുഖ്യമന്ത്രി ഈ ഇതിൽ പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. PV അൻവർ ഉയർത്തിവിട്ട 4 ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു വിജിലൻസ് കഴിഞ്ഞ ദിവസം അന്തിമ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിൽ ഒന്നാമത്തെ ആരോപണം എന്ന് പറയുന്നത് കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് DYSP ആയിരുന്ന മലപ്പുറം SP ആയിരുന്ന സുജിത ഒത്താശ ചെയ്തെന്നും ഇതിന്റെ ഒരു പങ്ക് ADGP MR അജിത് കുമാറിന് ലഭിച്ചു എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ആരോപണത്തിൽ പ്രത്യേകിച്ച് കഴമ്പില്ല എന്നുള്ളതായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ എന്നുള്ളതായിരുന്നു. പിന്നീടുണ്ടായിരുന്നത് കവടിയാറിലെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണമായിരുന്നു. അതിലും വിജിലൻസ് അൻവറിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് പോയി. പ്രത്യേകിച്ച് വീട് നിർമ്മാണം സർക്കാരിനെ അറിയിച്ചിരുന്നു. SBI നേതാണ്ട് 1.5 കോടി രൂപയോളം MR അജിത് കുമാർ ഈ പറയുന്ന രീതിയിൽ വായ്പ എടുത്തു എന്നുള്ളതുമായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ. അതിനുള്ളിൽ തന്നെയാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഫ്ളാറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ ഫ്ളാറ്റ് വാങ്ങുന്ന കേസിൽ തന്നെ പറഞ്ഞിരുന്ന കൃത്യമായി കുറവൻകോണത്ത് വാങ്ങിയിട്ടുള്ള ഫ്ളാറ്റ് അത് 10 ദിവസത്തിനുള്ളിൽ മറച്ചു വിറ്റ് ഇരട്ടി ലാഭം കൊയ്തു. ഇത് ഒരു ആരോപണമായി ഉന്നയിച്ചിരുന്നു. പക്ഷേ കരാർ നടന്നതിന് ശേഷം 8 വർഷം കഴിഞ്ഞിട്ടാണ് ഈ രീതിയിൽ ഫ്ളാറ്റ് വിറ്റതെന്നും അതിൽ സ്വാഭാവികമായ വിലവർദ്ധനവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതുമായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ. അതോടൊപ്പം തന്നെയാണ് മലപ്പുറത്തുണ്ടായിരുന്ന മരമുറിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ട്. മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരങ്ങൾ മുറിച്ചു കടത്തിയതുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിനെതിരെ യാതൊരു തെളിവുമില്ല എന്നുള്ളതുമായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ. അങ്ങനെ 4 പ്രധാനപ്പെട്ട ആരോപണങ്ങളിലും വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു. ആ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ടിന് അത് മുഖ്യമന്ത്രിയും അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ. രോഹിണി. ശരി പ്രജിത്ത്. ADGP MR അജിത് കുമാറിന് സർക്കാരിന്റെ വക ക്ലീൻ ചിറ്റ് കുറ്റവിമുക്തനാക്കിയുള്ള വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലായിരുന്നു അന്വേഷണം. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.